ലോസ് ഏഞ്ചൽസ് അതിരൂപതയിലെ സഹായമെത്രാനായിരുന്ന ബിഷപ്പ് ഡേവിഡ് ഒ'കൊന്നേൽ അക്രമികളുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ടു. ഇന്നലെ ഉച്ചയ്ക്ക് 1:30 അദ്ദേഹത്തിന് വെടിയേറ്റത്. ലോസ് ഏഞ്ചൽസിലെ ഹസിയന്ത ഹൈറ്റ്സ് പ്രദേശത്ത് ജൻലു അവന്യൂവിലെ ഒരു ഭവനത്തിൽ വെച്ചായിരുന്നു കൊന്നേൽ ആക്രമിക്കപ്പെട്ടത്. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ അദ്ദേഹം മരണമടഞ്ഞതായി അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു. കൊലപാതകത്തിന് പിന്നിൽ ആരാണെന്ന് വ്യക്തമല്ല. അന്വേഷണം നടക്കുന്നതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഇന്ന് രാവിലെ പുറത്തിറക്കിയ പ്രസ്താവനയിൽ ലോസ് ഏഞ്ചൽസ് അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസ് ഗോമസാണ് ബിഷപ്പ് കൊന്നേലിൻ്റെ ആകസ്മിക മരണം ഞെട്ടലോടെ ലോകത്തെ അറിയിച്ചത്. അയർലൻഡുകാരനായിരുന്ന ബിഷപ്പ് കൊന്നേൽ കഴിഞ്ഞ 45 വർഷമായി ലോസ് ഏഞ്ചൽസ് രൂപതയിൽ സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നുവെന്നും ആകസ്മികമായ ഈ വേർപാട് വിവരിക്കാൻ കഴിയാത്ത വിധം ദുഃഖകരമാണെന്നും ആർച്ച് ബിഷപ്പ് പറഞ്ഞു. അയർലൻഡിലെ കോർക്കിലാണ് 1953 ബിഷപ്പ് കൊന്നേൽ ജനിച്ചത്. ഡബ്ലിനിലെ ഓൾ ഹാലോസ് കോളേജിൽ വെച്ച് തൻ്റെ വൈദിക പരിശീലനം പൂർത്തിയാക്കിയ അദ്ദേഹം 1979 ലോസ് ഏഞ്ചൽസ് രൂപതയിൽ ശുശ്രൂഷയ്ക്കായി നിയുക്തനായി. അതിരൂപതയിലെ വിവിധ ഇടവകളിൽ വൈദിക സേവനം അനുഷ്ഠിച്ചു വരവേ 2015 ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തെ അതിരൂപതയുടെ സഹായമെത്രാൻ സ്ഥാനത്തേക്ക് ഉയർത്തി. സദേൺ കാലിഫോർണിയ ഇമിഗ്രേഷൻ ടാക്സ് ഫോഴ്സിൻ്റെ ചെയർമാനായിരുന്ന അദ്ദേഹം കുടിയേറ്റക്കാരുടെ ഇടയിൽ സ്തുത്യർഹമായ സേവനം അനുഷ്ഠിച്ചു വരികയായിരുന്നു. ബിഷപ്പ് കൊന്നേൽ വലിയ മരീഭക്തനും നിരന്തരമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വ്യക്തിയായിരുന്നുവെന്ന് ആർച്ച് ബിഷപ്പ് ജോസ് ഗോമസ് അനുസ്മരിച്ചു. വളരെ സമാധാനപ്രിയനായിരുന്ന അദ്ദേഹം പാപങ്ങളുടെയും കുടിയേറ്റക്കാരുടെയും ഇടയിൽ മനുഷ്യജീവൻ്റെ മൂല്യവും അന്തസ്സും ഉയർത്തിപ്പിടിച്ച് ശുശ്രൂഷ ചെയ്യുകയായിരുന്നു എന്നും തൻ്റെ ഉറ്റ സ്നേഹിതൻ കൂടിയായിരുന്ന അദ്ദേഹത്തിൻ്റെ വേർപാട് ഒരു തീരാനഷ്ടമാണ് എന്നും ആർച്ച് ബിഷപ്പ് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്ന ആർച്ച് ബിഷപ്പ് ഇപ്പോൾ വേദനയായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും ഓർമ്മിപ്പിച്ചു.